നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. പട്ടാമ്പിയിൽ പോലീസിന്റെ ജനദ്രോഹം ആരോപിച്ച് വ്യാപാരികളുടെ പ്രതിഷേധം. പ്രദേശത്ത് തിങ്കളാഴ്ച രാവിലെ മുതൽ കടകൾ അടച്ചിട്ടു. സംയുക്ത വ്യാപാരി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മേലെ പട്ടാമ്പിയിൽ പ്രതിഷേധ ധർണ. ജനങ്ങളെയും വ്യാപാരികളെയും വലയ്ക്കുന്ന നടപടികളിൽ നിന്ന് പോലീസ് പിന്മാറണമെന്ന് വ്യാപാരി നേതാക്കൾ. ശക്തമായ ഇടിമിന്നലിൽ മങ്കരയിൽ വ്യാപക നാശനഷ്ടം. ഇടിമിന്നൽ നാശം വിതച്ചത് കാരാട്ടുപറമ്പ് മേഖലയിൽ. പല വീടുകളിലെയും വയറിംഗും വൈദ്യുതോപകരണങ്ങളും കത്തിനശിച്ചു. പഴയ ലക്കിടിയിൽ സുരക്ഷിത യാത്രയ്ക്ക് വൈറ്റ് ഗാർഡിന്റെ ഇരുമ്പുപാലം. വൈറ്റ് ഗാർഡ് പ്രവർത്തകർ പാലം നിർമ്മിച്ചത് മലമ്പുഴ കനാലിന് കുറുകെ. പട്ടാമ്പി ശങ്കരമംഗലത്ത് ചേരാക്കുന്ന് ശാഖ മുസ്ലിം ലീഗ് ഓഫീസ് തുറന്നു. ശിഹാബ് തങ്ങൾ സ്മാരക മന്ദിരം നാടിനെ തണലാകണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CAMA കരീം. ബംഗ്ലാദേശിൽ ഹൈന്ദവ ബുദ്ധമത വിശ്വാസിക്കു നേരെയുള്ള അക്രമത്തെ അപലപിച്ച് ഹിന്ദു ഐക്യവേദി. ചെറുതുരുത്തിയിൽ പ്രതിഷേധ പ്രകടനം. അക്രമം അവസാനിപ്പിക്കാൻ തീവ്രവാദികൾ തയ്യാറാകണമെന്ന് ഹിന്ദു ഐക്യവേദി തൃശൂർ ജില്ലാ സംഘടനാ സെക്രട്ടറി KK മുരളീധരൻ. വാർത്തകൾ വിശദമായി. പട്ടാമ്പി പോലീസ് അധികൃതരുടെ ജനദ്രോഹ നടപടിക്കെതിരെ പട്ടാമ്പിയിൽ സംയുക്ത വ്യാപാരി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. കടകളടച്ചാണ് വ്യാപാരികൾ പ്രതിഷേധിച്ചു വരുന്നത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി സംയുക്ത വ്യാപാരി സംഘടനകളുടെ നേതൃത്വത്തിൽ മേലെ പട്ടാമ്പിയിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ധർണ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. വിവിധ സംഘടനാ നേതാക്കൾ സംസാരിച്ചു. ഇന്ന് കടകൾ അടച്ചുകൊണ്ട് വ്യാപാരികൾ ഒരു പ്രതിഷേധ സൂചകമായി ഇവിടെ ഒത്തുചേരുമ്പോൾ ആ ഒത്തുചേരൽ ഈ നാട്ടിൽ വിളിച്ചു പറയുന്നത് ഞങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചു പൂട്ടിക്കാൻ ആരൊക്കെ എതിർത്താലും അതിനെതിരെ കരുത്തോടുകൂടി തിരിച്ചടിക്കും പട്ടാമ്പിയിലെ വ്യാപാരികൾ എന്ന് ഈ പൊതുമധ്യത്തിൽ വിളിച്ചു പറയുന്നതിനാണ് നമ്മളിവിടെ ഒത്തുചേർന്നത്. ശ്രീ ഗിരീഷ് അധ്യക്ഷ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തീരുമാനിച്ചാൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടാക്കാൻ കഴിയും, വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കാൻ കഴിയും. മങ്കരയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഇടിമിന്നലിൽ വ്യാപക നാശനഷ്ടം. മങ്കര പള്ളിക്ക് സമീപം കാരാട്ടുപറമ്പ് പ്രദേശത്തെ വീടുകളിലാണ് ഇടിമിന്നലിനെ തുടർന്ന് വ്യാപക നാശനഷ്ടം സംഭവിച്ചത്. ഞായറാഴ്ച വൈകുന്നേരം 4:15 ശക്തമായ ശബ്ദത്തോടെ മിന്നലുണ്ടായത്. പാവൂട്ടുപറമ്പിൽ ഹമീദിന്റെ വീടിന്റെ സൺഷെയ്ഡ് 1 മീറ്റർ നീളത്തിൽ ഭാഗികമായി അടർന്നു വീണു. വീടിനകത്തെ ഹാളിൽ വലിയ ഗർത്തം രൂപപ്പെട്ടു. നിരവധി ഇലക്ട്രിക് ഉപകരണങ്ങൾക്ക് കേടുപറ്റി. മൊബൈൽ ഫോൺ, ഫ്രിഡ്ജ്, ഫാൻ എന്നിവയും നശിച്ചു. വീടിന് പുറകിലെ പറമ്പിലെ തെങ്ങും കത്തി നശിച്ചു. കോങ്ങാട് നിന്ന് ഫയർഫോഴ്സ് എത്തിയെങ്കിലും മഴയിൽ തീയണഞ്ഞത് രക്ഷയായി. വലിയ ശബ്ദത്തോടെ കഴിഞ്ഞു. അപ്പോൾ വീട്ടിൻ്റെ ബാക്ക് സൈഡ് വിള്ളലല്ല, മണ്ണും തന്നെ ഫ്രണ്ട് സൈഡൊന്നും ഉണ്ടായിട്ട് 1 മീറ്ററോളം. ഉള്ളിൽ മീറ്റർ വെച്ചതിൻ്റെ മേലെ അവിടെ നിന്നും 1.5 മീറ്റർ പീസ് തോന്നുന്നു. വേറെ പിന്നെ എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പറയും. കുറേ നാശനഷ്ടമുണ്ട്. പിന്നെ തെങ്ങ് കത്തിയ ശേഷം പിന്നെ ഫയർഫോഴ്സ് വരുമ്പോഴേക്കും തെങ്ങ് മഴ പെയ്ത കാരണം തെങ്ങ് കിട്ടുക. സമീപത്തെ ഗിരിജയുടെ വീടിന്റെ ഹാളിലെ ചുമരിലും വലിയ ഗർത്തം രൂപപ്പെട്ടു. കൂടാതെ പ്രദേശവാസിയായ അമ്പിളിക്കുട്ടന്റെ വീട്ടിലെ ഫ്രിഡ്ജ്, AC ഉപകരണങ്ങൾക്കും കേടുപറ്റി. സമീപവാസികളായ സുബൈദയുടെ വീടിന്റെ മതിലും വിണ്ടുകീറി. സമീപത്തെ ജലീലിന്റെ വീട്ടിലെ വൈദ്യുതി ഉപകരണങ്ങളും നശിച്ചു. സംഭവ സമയത്ത് വീടുകളിൽ കുട്ടികളടക്കം ഉണ്ടായിരുന്നെങ്കിലും ആളപായമില്ല. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രദേശവാസികളുടെ സുരക്ഷിത യാത്രയ്ക്കായി വൈറ്റ് ഗാർഡ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പഴയ ലക്കിടിയിൽ ഇരുമ്പുപാലം നിർമ്മിച്ചു. മലമ്പുഴ കനാലിന് കുറുകെ നിർമ്മിച്ച പാലം മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് PA ഷൗക്കത്ത് അലി ഉദ്ഘാടനം ചെയ്തു. പാലം നിർമ്മിച്ചതോടെ ഇനി അംഗൻവാടിയിലെ കുഞ്ഞുങ്ങൾക്കും പ്രദേശവാസികൾക്കും സുരക്ഷിതമായി കനാല് മുറിച്ചു കിടക്കാം. നിരവധി വർഷങ്ങളായി കുഞ്ഞുങ്ങളും വയോധികരും അടങ്ങുന്ന പ്രദേശവാസികൾ കനാലിന് കുറുകെയിട്ട മരത്തടിയിലൂടെയാണ് സാഹസിക യാത്ര നടത്തിയിരുന്നത്. പാലം വന്നതോടെ ഇനി പ്രദേശവാസികൾക്ക് സുരക്ഷിതമായി ഇതിലൂടെ യാത്ര ചെയ്യാം. ഉദ്ഘാടന ചടങ്ങിൽ VA ഗഫൂർ അധ്യക്ഷനായി. വാർഡംഗം സുഹറ മുഹമ്മദ്, VA ഖാലിദ്, PA സുഹൈബ് തങ്ങൾ, V മുഹമ്മദ്, MK സലാം, സുഹറ ഫിറോസ്, VKM ഷമീർ, PK റാഫി, റുബീന, V അഷ്റഫ്, K ഇബ്രാഹിം, V നൌഷാദ്, K അനസ്, യൂസഫ് അലി, MK ഷക്കീർ, ഷഫീഖ്, യാക്കൂബ് തുടങ്ങിയവർ പങ്കെടുത്തു. വൈറ്റ് ഗാർഡ് ലീഡർമാരായ PC സലാം സ്വാഗതവും V അഷ്കർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പട്ടാമ്പി ശങ്കരമംഗലം ചോരക്കുന്ന് ശാഖ മുസ്ലിം ലീഗ് ഓഫീസ് ശിഹാബ് തങ്ങൾ സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CAMA കരീം ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്ന
മുൻ മന്ത്രിയായിരുന്ന മുസ്ലിം ലീഗ് സജീവമായി എല്ലാ മേഖലയിലും പ്രത്യേകിച്ച് ഈ പരിസ്ഥിതി രംഗത്ത് അതിന് നേതൃത്വം കൊടുക്കുന്ന അതിൻ്റെ സംസ്ഥാന ചെയർമാനായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കുട്ടിയാമ ഓഫീസായി എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അടുത്ത ബന്ധവും പരിചയവും സുഹൃത്തുമായിരുന്നു. എപ്പോഴും എൻ്റെ കാര്യങ്ങളിൽ ക്ഷേമാന്വേഷണം നടത്തുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള വേർപാട് നമ്മുടെ എല്ലാ പരിപാടികളും 3 ദിവസത്തേക്ക് മാറ്റിവെച്ചുകൊണ്ട് സംസ്ഥാന കമ്മിറ്റി തീരുമാനമെടുത്തതിൻ്റെ ഭാഗമായാണ് നമ്മൾ ഈ പരിപാടിയെല്ലാം മാറ്റിവെച്ച് ഇങ്ങനെ ചെറിയ ഈ പരിപാടിയിലൂടെ ഇത് ഇങ്ങനെ പ്ലാൻ ചെയ്യാൻ നിർബന്ധിതരായിട്ടുള്ളത്. മുസ്ലിം ലീഗ് നേതാവ് കുട്ടി അഹമ്മദ് കുട്ടിയുടെ മരണത്തെ തുടർന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി 3 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഉദ്ഘാടനത്തെ തുടർന്നുള്ള പൊതുസമ്മേളനം മാറ്റിവെച്ചു. ഉദ്ഘാടന ചടങ്ങിൽ CA സാജിദ് അധ്യക്ഷനായി. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇ മുസ്തഫ, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മച്ചാംതടം, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA റഷീദ്, പ്രവാസി ലീഗ് ജില്ലാ പ്രസിഡന്റ് KT കുഞ്ഞുമുഹമ്മദ്, MSF ജില്ലാ ജനറൽ സെക്രട്ടറി PKM ഷഫീഖ്, നേതാക്കളായ TP ഉസ്മാൻ, KT ഹബീബുള്ള, ഷാഹുൽ ഹമീദ്, CA റാസി തുടങ്ങിയവർ സംബന്ധിച്ചു. KV ജബ്ബാർ, VP യാസർ, ഇസ്ഹാഖ്, CA സാദിഖ്, അബൂബക്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ബംഗ്ലാദേശിലെ ഹൈന്ദവ ബുദ്ധമത വിശ്വാസികൾക്ക് നേരെയുള്ള ആക്രമണത്തിനെതിരെ ഹിന്ദു ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ചെറുതുരുത്തിയിൽ പ്രകടനം നടത്തി. പ്രതിഷേധ പ്രകടനം ഹിന്ദു ഐക്യവേദി ജില്ലാ സംഘടനാ സെക്രട്ടറി KK മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. കോഴിമ്പമ്പറമ്പ് ക്ഷേത്രത്തിന് സമീപത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം ചെറുതുരുത്തി സെന്ററിൽ സമാപിച്ചു. ചെറുതുരുത്തി താലൂക്ക് വ്യവസ്ഥ പ്രമുഖ് NA ശ്രീവത്സൻ മുഖ്യപ്രഭാഷണം നടത്തി. താലൂക്ക് ശാരീരിക് പ്രമുഖ് രമേശ് K മണ്ഡൽ, സോനു പ്രസാദ്, KG രതീഷ്, വിപിൻ, സുരേഷ് ആറ്റൂർ, BJP നിയോജകമണ്ഡലം പ്രസിഡന്റ് PR രാജ്കുമാർ, SC മോർച്ച ജില്ലാ സെക്രട്ടറി VC ഷാജി, പഞ്ചായത്ത് ഭാരവാഹികളായ പ്രഭിത നന്ദകുമാർ, സുനിഷ പ്രസാദ്, അശ്വതി സജു എന്നിവർ നേതൃത്വം നൽകി. നമ്മുടെ ഭാരതത്തിൻ്റെ അയൽരാജ്യമായ ബംഗ്ലാദേശിൽ അവിടെ രാഷ്ട്രീയ മാറ്റത്തിനായിട്ടുള്ള ഒരു പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ഒരു സംവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ പേര് അവിടുത്തെ സർക്കാരിന് എതിരായിട്ട് തിരിഞ്ഞിട്ട് നമുക്കറിയാം അവിടുത്തെ ഷെയ്ഖ് ഹസീന എന്ന ആ മാഡം രക്ഷയ്ക്കായിട്ട് ഭാരതത്തിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. അവരവിടുന്ന് ഓടിപ്പോന്നിട്ട് ഭാരതത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അവർക്കറിയാം എവിടെ ചെന്നാലാണ് നിനക്ക് സുരക്ഷ കിട്ടുക എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. അവിടെ നമ്മുടെ ഹിന്ദു സമുദായം അതേപോലെ ബുദ്ധ സമുദായം പൊതുവായിട്ട് ന്യൂനപക്ഷങ്ങൾക്ക് എതിരായിക്കൊണ്ടാണ് ഈ പ്രക്ഷോഭത്തിൻ്റെ മറവിൽ പല അക്രമങ്ങളും നടക്കുന്നത്. ഹിന്ദുക്കളായിട്ടുള്ള പലരുടെയും വീടുകൾ ആക്രമിക്കപ്പെട്ടു, കൊള്ള ചെയ്യപ്പെട്ടു, സ്ത്രീകൾക്ക് നേരെ ആക്രമണമുണ്ടായി. ഹിന്ദു ഐക്യവേദി താലൂക്ക് ട്രഷറർ KN നാരായണൻ സ്വാഗതവും ഹിന്ദു ഐക്യവേദി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി രതീഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വയനാടിന് കൈത്താങ്ങുമായി വാണിയംകുളം പനയൂർ AP ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. വയനാട് ദുരന്തബാധിതർക്കായി ക്ലബ്ബ് സമാഹരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. നാട്ടുകാരുടെ സഹായത്തോടെ സമാഹരിച്ച തുക വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് 18-ാം വാർഡ് മെമ്പറും ക്ലബ്ബ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനുമായ EP രഞ്ജിത്ത് മുഖേന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ക്ലബ്ബ് പ്രസിഡന്റ് AP സുന്ദരേശൻ കൈമാറി. നിലവിൽ ഇത്തരത്തിലുണ്ടായ സാഹചര്യത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ പുതിയ ഒരു ജീവിതത്തിലേക്ക് കൈപിടിച്ചു ഉയർത്തേണ്ടത് നമ്മുടെ എല്ലാവരും ഒരു കടമയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് വർഷങ്ങളായി നമ്മുടെ പനയൂർ പ്രദേശത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന AP ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നിലവിൽ നമ്മുടെ പ്രദേശത്തെ എല്ലാ മനുഷ്യരുടെയും സഹായത്തും കൊണ്ട് നിലവിലൊരു തുക, നമുക്കാവുന്നൊരു തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു യോഗം ഇവിടെ ചേർന്നത്. ക്ലബ്ബ് പരിസരത്ത് നടന്ന ചടങ്ങിൽ സെക്രട്ടറി PS ഹരിദാസ്, ജോയിന്റ് സെക്രട്ടറി P സുരേഷ് കുമാർ, ട്രഷറർ N ബൈജു, വൈസ് പ്രസിഡന്റ് KP സന്തോഷ്, രക്ഷാധികാരി കൃഷ്ണൻകുട്ടി, ക്ലബ്ബ് അംഗങ്ങളായ M നിഷാന്ത്, PS ബൈജു, P വിഷ്ണു, നന്ദു പനയൂർ എന്നിവർ പങ്കെടുത്തു. വയനാടിനൊരു കൈത്താങ്ങ് എന്ന പ്രവർത്തനത്തിൽ പനയൂർ AP ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ചെറിയൊരു സാമ്പത്തിക സഹായം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. ആ സാമ്പത്തിക സഹായം ക്ലബിൻ്റെ പ്രസിഡന്റ് ശ്രീ AP സുന്ദരേശൻ,
വാർഡ് മെമ്പർ 18-ാം വാർഡ് മെമ്പർ ശ്രീ EP രഞ്ജിത്തിനെ ഏൽപ്പിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വള്ളത്തോൾ നഗർ യൂണിറ്റ് കൺവെൻഷൻ നടന്നു. കൺവെൻഷൻ KSSPU ചേലക്കര ബ്ലോക്ക് പ്രസിഡന്റ് K. ഗോപിനാഥൻ ഉദ്ഘാടനം ചെയ്തു. ഈ അരിച്ചു കുറിച്ച് വരുമ്പോൾ വളരെ നിസ്സാരമായിട്ടുള്ള തുകയാണ് കിട്ടുക. ആ സ്ഥാനത്താണെന്ന് നേർപകുതി നമ്മൾ വാങ്ങുന്നത്. അതുപോലെ DR ഇല്ലായിരുന്നു. ആ DR നമ്മൾ മുറവിളി കൂട്ടി വാങ്ങിയെടുത്തതാണ്. 78 നമുക്ക് അന്ന് അനുവദിച്ചത് പകുതി DR ആണ്. യൂണിറ്റ് പ്രസിഡന്റ് TK വേണുഗോപാലൻ സംഘടനയുടെ പതാക ഉയർത്തിയതോടെയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. TK വേണുഗോപാലൻ അധ്യക്ഷനായി. ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി TU പ്രസന്ന പുതിയ അംഗങ്ങളെ സ്വീകരിച്ചു. ബ്ലോക്ക് സെക്രട്ടറി ഗോവിന്ദൻകുട്ടി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ഭാരവാഹികളായ പരമേശ്വരൻ, രാമചന്ദ്രൻ, PK ഗോവിന്ദൻ, KP ആൽവിക്കുട്ടി, MS രാഘവൻ, കലാമണ്ഡലം സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി S മുഹമ്മദ് ജാഫർ സ്വാഗതവും ബ്ലോക്ക് കമ്മിറ്റി അംഗം MK അബ്ദുൽ ലത്തീഫ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കണയം ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് വന്നിരുന്ന ഭക്തി പ്രഭാഷണത്തിന് സമാപനമായി. ഞായറാഴ്ച തവനൂർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ സ്മിത ദാസിന്റെ പ്രഭാഷണത്തോടെയാണ് ഭക്തി പ്രഭാഷണ പരമ്പരയ്ക്ക് സമാപനമായത്. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ഞായറാഴ്ചകളിലാണ് വള്ളുവനാട്ടിലെ പ്രമുഖ ക്ഷേത്രമായ കണയം ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ഭക്തി പ്രഭാഷണം നടത്തിയത്. തവനൂർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിൻസിപ്പൽ സ്മിത ദാസിന്റെ ഭക്തി പ്രഭാഷണത്തോടെ പ്രഭാഷണ പരമ്പരയ്ക്ക് സമാപനമായി. പാട്ടുകണ്ടം ബ്രദേഴ്സ് സ്പോൺസർ ചെയ്ത ആനയൂട്ടും തുടർന്ന് ക്ഷേത്രം ഭജന മണ്ഡപത്തിൽ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രസാദഊട്ടുമുണ്ടായി. പ്രസാദഊട്ടിന് ക്ഷേത്രവുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന പാചക വിദഗ്ധൻ സുരേഷ് മായന്നൂർ, അനിത കണയം എന്നിവരെ ആദരിച്ചു. നൂറുകണക്കിന് ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ക്ഷേത്രം പ്രസിഡന്റ് പരമേശ്വരൻ മാസ്റ്റർ, സെക്രട്ടറി കൃഷ്ണദാസ്, രാഘവൻ നായർ, ശ്രീനാരായണൻ, പയ്യനഴി ഉണ്ണികൃഷ്ണൻ, രാമദാസ്, ഉണ്ണികൃഷ്ണൻ കൂരിയിൽ, രാജേഷ് വെള്ളോത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിൽ അരങ്ങ് കഥകളി അവതരണത്തിന്റെ ഭാഗമായി കല്യാണ സൗഗന്ധികം കഥകളി അരങ്ങേറി. കഥകളി അവതരണ ചടങ്ങ് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിർമ്മല ദേവി ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം അക്കാദമിക് ഡയറക്ടർ കലാമണ്ഡലം അച്യുതാനന്ദൻ അധ്യക്ഷനായി. കലാമണ്ഡലം തുളസി, കുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന കഥകളിയിൽ ഭീമനായി ആകാശ് വേണുഗോപാൽ, പാഞ്ചാലിയായി മിഥുൻ നായർ തുടങ്ങിയവർ വേഷമിട്ടു. കലാമണ്ഡലം ജീവൻ, അഖിൽ എന്നിവർ സംഗീതം നൽകി. ചെണ്ടയിലും ഇടക്കയിലും കലാമണ്ഡലം M ഹരികൃഷ്ണനും മദ്ദളത്തിലും ചുട്ടിയിലും കലാമണ്ഡലം അഭിജിത്തും അരങ്ങിന് ജീവൻ നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഒരിടവേളയ്ക്ക് ശേഷം കൊടുങ്ങല്ലൂരിന്റെ തീരമേഖലയിൽ അവയവ കച്ചവട മാഫിയ പിടിമുറുക്കുന്നതായി പരാതി. എറിയാട്, എടവിലങ്ങ്, ശ്രീനാരായണപുരം പഞ്ചായത്തുകളിലെ തീരവാർഡുകളിൽ കേന്ദ്രീകരിച്ചാണ് അവയവ കച്ചവട മാഫിയ സജീവമാകുന്നത്. കഴിഞ്ഞ 7 മാസത്തിനിടെ ഒരു പഞ്ചായത്തിൽ മാത്രം 7 പേരാണ് വൃക്കദാനത്തിന് സന്നദ്ധരായത്. ഇടവേളയ്ക്ക് ശേഷം കൊടുങ്ങല്ലൂരിന്റെ തീരമേഖലയിൽ അവയവ കച്ചവട മാഫിയ പിടിമുറുക്കുന്നതായുള്ള സംശയം ബലപ്പെടുകയാണ്. എറിയാട്, എടവിലങ്ങ, ശ്രീനാരായണപുരം പഞ്ചായത്തുകളിൽ തീരദേശ വാർഡുകൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരം സംഘങ്ങൾ സജീവമായിട്ടുള്ളത്. കഴിഞ്ഞ ഏതാനും മാസത്തിനിടെ ഒരു പഞ്ചായത്തിൽ മാത്രം 7 പേരാണ് വൃക്കദാനത്തിന് സന്നദ്ധരായത്. വൃക്കദാനം ചെയ്യുന്നതിനായി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാക്ഷ്യപത്രത്തിന് 7 അപേക്ഷകൾ ലഭിച്ചിരുന്നു. മറ്റൊരു പഞ്ചായത്തിൽ കഴിഞ്ഞ വർഷം 4 പേരാണ് വൃക്കദാനം ചെയ്യുന്നതിനുള്ള സാക്ഷ്യപത്രത്തിനായി അപേക്ഷ നൽകിയത്. അപേക്ഷകരെല്ലാം നിർധന കുടുംബങ്ങളിലെ വിവാഹിതരായ 35 വയസ്സിനും 40 വയസ്സിനും മധ്യേ പ്രായമുള്ളവരാണ്. വൃക്കരോഗബാധിതരായ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ
യാതൊരു പ്രതിഫലമോ പാരിതോഷികമോ പരപ്രേരണയോ കൂടാതെയാണ് വൃക്ക നൽകുന്നതെന്ന് തന്റെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ള സാക്ഷ്യപത്രമാണ് പഞ്ചായത്ത് പ്രസിഡന്റുമാർ നൽകുന്നത്. സാക്ഷ്യപത്രം കിട്ടിക്കഴിഞ്ഞാൽ മറ്റ് രേഖകൾ ശരിപ്പെടുത്തുന്നതിന് റാക്കറ്റുകളുണ്ട്. 2020 കൊടുങ്ങല്ലൂരിലെ അഴീക്കോട്, പുല്ലൂറ്റ്, എറിയാട് വില്ലേജുകൾ കേന്ദ്രീകരിച്ച് വൃക്ക കച്ചവടം നടന്നിരുന്നു. 25ഓളം പേരാണ് എറണാകുളം കേന്ദ്രീകരിച്ചുള്ള അവയവ വ്യാപാര മാഫിയയുമായി ബന്ധപ്പെട്ട് വൻ തുകയ്ക്ക് വൃക്ക ദാനം ചെയ്തത്. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ ക്രൈംബ്രാഞ്ച് SP സുദർശന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചെങ്കിലും വൃക്കദാതാക്കളിൽ പലരും സ്ഥലം മാറി താമസിക്കുകയും മാഫിയ സംഘം പിൻവലിയുകയും ചെയ്തതോടെ അന്വേഷണം പാതി വഴിയിൽ നിലച്ചു. ഇപ്പോൾ വീണ്ടും ഇത്തരം സംഘങ്ങൾ സജീവമായതോടെ അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന ഈ ദാതാക്കളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ച് വനിതകളാണ്. 30 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ള വനിതകളാണ് ഇതിൽ കടന്നു വരുന്നത് എന്നുള്ളത് വളരെ ഗൗരവപ്പെട്ട കാര്യമാണ്. അത് തന്നെയല്ല, വളരെ നിർധനരായ കുടുംബങ്ങളിൽ നിന്നുള്ള വനിതകളാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ വളരെ ഗൗരവമായ ഒരു പ്രദേശത്ത് മാത്രം ആശ്രയിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വിൽപ്പന നടക്കുന്നതായിട്ട് ഒട്ടേറെ ആളുകൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ളതിൽ എന്നോടും ജനപ്രതിനിധികളോടും പരാതിപ്പെട്ടു വരുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ ഗൗരവപ്പെട്ടൊരു കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്ത് ഈ വിഷയം ഗൗരവമായി എടുത്തുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ ഈ കാര്യം പെടുത്തുമെന്നുള്ള കാര്യമാണ് വളരെ ഗൗരവമായി സൂചിപ്പിക്കാനുള്ളത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മങ്കര കല്ലൂർ നടുവിൽ മഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഇല്ലംനിറ മഹോത്സവം ഭക്തിസാന്ദ്രമായി. ക്ഷേത്രം മേൽശാന്തി രാമനാഥസ്വാമിയുടെ കാർമ്മികത്വത്തിലാണ് ക്ഷേത്രത്തിൽ ഇല്ലംനിറ ആഘോഷിച്ചത്. ഇല്ലംനിറ മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ നിറപുത്തിരി, ഇല്ലംനിറ എഴുന്നള്ളിപ്പ്, കതിർ വിതരണം, പുത്തിരി പായസ വിതരണം എന്നിവ ഉണ്ടായി. രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, ഉച്ചപൂജ എന്നിവയും നടന്നു. ഉപക്ഷേത്രമായ കരടിമല ഭഗവതി ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച നിറപുത്തിരി ആഘോഷം നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നിരവധി ഭക്തരാണ് ഇല്ലംനിറ മഹോത്സവത്തിന്റെ ഭാഗമായത്. വളരെ പുരാതനമായ ഈ ക്ഷേത്രത്തില് 17,000 പറ പാട്ടം വന്നിരുന്ന കൃഷിഭൂമി ഉണ്ടായിരുന്ന ക്ഷേത്രമാണ്. ഭൂനിയമം വന്നതോടുകൂടി മുഴുവൻ കൃഷിയും പാട്ടക്കാരുടെ കയ്യിലായി. ഇന്ന് നാമമാത്രമായി തന്നെ നടക്കുന്ന ഒരു ചടങ്ങ് മാത്രമായിട്ടാണ് ഇന്ന് ഈ നിറപുത്തിരി ഇവിടെ നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. പട്ടാമ്പിയിൽ പോലീസിന്റെ ജനദ്രോഹമാരോപിച്ച് വ്യാപാരികളുടെ പ്രതിഷേധം. പ്രദേശത്ത് തിങ്കളാഴ്ച രാവിലെ മുതൽ കടകൾ അടച്ചിട്ടു. സംയുക്ത വ്യാപാരി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മേലെ പട്ടാമ്പിയിൽ പ്രതിഷേധ ധർണ. ജനങ്ങളെയും വ്യാപാരികളെയും വലയ്ക്കുന്ന നടപടികളിൽ നിന്ന് പോലീസ് പിന്മാറണമെന്ന് വ്യാപാരി നേതാക്കൾ. ശക്തമായ ഇടിമിന്നലിൽ മങ്കരയിൽ വ്യാപക നാശനഷ്ടം. ഇടിമിന്നൽ നാശം വിതച്ചത് കാരാട്ടുപറമ്പ് മേഖലയിൽ. പല വീടുകളിലെയും വയറിങ്ങും വൈദ്യുതോപകരണങ്ങളും കത്തിനശിച്ചു. പഴയലക്കിടിയിൽ സുരക്ഷിത യാത്രയ്ക്ക് വൈറ്റ് ഗാർഡിന്റെ ഇരുമ്പുപാലം. വൈറ്റ് ഗാർഡ് പ്രവർത്തകർ പാലം നിർമ്മിച്ചത് മലമ്പുഴ കനാലിനു കുറുകെ. പട്ടാമ്പി ശങ്കരമംഗലത്ത് ചേരാക്കുന്ന് ശാഖ മുസ്ലിം ലീഗ് ഓഫീസ് തുറന്നു. ശിഹാബ് തങ്ങൾ സ്മാരക മന്ദിരം നാടിനെ തണലാകണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CAMA കരീം. ബംഗ്ലാദേശിൽ ഹൈന്ദവ ബുദ്ധമത വിശ്വാസിക്കു നേരെയുള്ള അക്രമത്തെ അപലപിച്ച് ഹിന്ദു ഐക്യവേദി. ചെറുതുരുത്തിയിൽ പ്രതിഷേധ പ്രകടനം. അക്രമം അവസാനിപ്പിക്കാൻ തീവ്രവാദികൾ തയ്യാറാകണമെന്ന് ഹിന്ദു ഐക്യവേദി തൃശൂർ ജില്ലാ സംഘടനാ സെക്രട്ടറി KK മുരളീധരൻ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.